ഹായ്, എൻ്റെ പേര് ഡോക്ടർ സനേഷ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫുഡ് അഡിക്ഷനെ പറ്റിയാണ്. എസ്പെഷ്യലി നമ്മുടെ ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെ പഞ്ചസാര, അതിൻ്റെ അഡിക്ഷനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് അഡിക്ഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഏതൊരു സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും അത് ബ്രെയിനിനകത്ത് കുറേ അധികം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യാറുണ്ട്. അത് ഒരു തരത്തിൽ നമ്മുടെ ഒരു പ്ലഷർ ഇഫക്റ്റ്, അത് സന്തോഷം തരുന്ന സാധനങ്ങളാണെങ്കിൽ അത് വീണ്ടും കഴിക്കാൻ നമ്മുടെ ബ്രെയിനെ അത് പ്രേരിപ്പിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാധനമാണ് ഷുഗർ അഥവാ പഞ്ചസാര. ഈ ഷുഗർ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനകത്ത് ഡോപ്പമീൻ എന്ന് പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും. ഇതൊരു പ്ലഷർ ഇഫക്റ്റ് ഉണ്ടാക്കും. ഈ പ്ലഷർ ഇഫക്റ്റ് ഉണ്ടാകുന്നത് കൊണ്ട് പിന്നീട് അടുത്ത പ്രാവശ്യവും നമുക്ക് ആ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് അതിനുവേണ്ടി ഒരു ക്രേവിങ് രൂപപ്പെടും. അതായത് നമുക്ക് ആ സാധനം വീണ്ടും കഴിക്കണമെന്നൊരു തോന്നലുണ്ടാകും. അപ്പോൾ അത് കഴിക്കുമ്പോൾ ടെമ്പററി ആയിട്ടെങ്കിലും നമുക്ക് ഈ ഡോപ്പമിൻ്റെ റിലീസ് ഉണ്ടാവുകയും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഹാബിറ്റായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് പല രീതിയിൽ നമുക്ക് മറ്റുള്ള അഡിക്ഷനുമായിട്ട് ഇതിനൊരു വളരെയധികം സാദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ആൽക്കഹോൾ അല്ലെങ്കിൽ മറ്റുള്ള ഡ്രഗ്സ്, ഇതൊക്കെ ഉപയോഗിക്കുന്നവരിലും ഇതേ തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ് ബ്രെയിനിൽ നടക്കുന്നത്. അപ്പോൾ ബ്രെയിനിന് എസെൻഷ്യലി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നായാലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇങ്ങനെയുള്ള ആൽക്കഹോൾ പോലുള്ള സാധനങ്ങളിൽ നിന്നായാലും കിട്ടുന്ന പ്ലഷർ ഇഫക്റ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പം അതാണ് ഒരു തരത്തിൽ നമ്മുടെ ബ്രെയിനിനെ ഒരു അഡിക്ഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വളരെയധികം ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഷുഗർ അഡിക്ഷൻ, അതായത് പഞ്ചസാര പോലുള്ള സാധനങ്ങൾക്കുള്ള ക്രേവിങ്, അതുകൊണ്ടുള്ള അഡിക്ഷൻ. അപ്പം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഉറക്കമില്ലായ്മ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ ബോഡി അറിയാതെ തന്നെ പെട്ടെന്ന് കുറച്ച് എനർജി ലഭിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് നമ്മൾ ഷുഗറിനെ ഉപയോഗിക്കും. അപ്പോൾ ഈ ഷുഗറിനെ ഉപയോഗിക്കുമ്പോൾ ഉറപ്പായിട്ടും ആ സമയത്ത് നമുക്ക് ഒരു പെട്ടെന്ന് എനർജി ലഭിക്കും. അപ്പോൾ ആ എനർജിയുടെ കൂടെ തന്നെ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ബ്രെയിനിൽ റിലീസ് ചെയ്യും. അപ്പോൾ മൊത്തത്തിലൊരു ഒരു ഒരു നല്ലൊരു ആഹാ ഇഫക്റ്റ് നമുക്ക് കിട്ടും. പക്ഷേ അത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഫിനോമിനാണ്. അത് കുറച്ച് നേരം മാത്രമേ നിൽക്കത്തുള്ളൂ. എന്നിട്ട് വീണ്ടും നമ്മുടെ ബോഡി പഴയ അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അത് തന്നെ വീണ്ടും അത് കിട്ടാൻ വേണ്ടി നമ്മൾ പിന്നെയും ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഷുഗർ അഡിക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഷുഗർ എക്സസ് ആയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അപ്പോൾ അത് ഫാറ്റ് സ്റ്റോറേജിന് കാരണമാവുകയും നമ്മുടെ വണ്ണം കൂടാനും എല്ലാം കാരണമാകും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബോഡി നമുക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ അതൊരു ഗിൽറ്റ് ഫീലിംഗ്, അതായത് നമുക്ക് അയ്യോ ഇതിങ്ങനെ ചെയ്തു പോയല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവുകയും അത് വീണ്ടും സ്ട്രെസ്സ് കൂട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു തരത്തിൽ അത് സ്ട്രെസ്സ് കൂട്ടിയിട്ട് ഷുഗർ കഴിച്ച് ക്രേവിങ് ഉണ്ടായി, നമ്മുടെ ഗിൽറ്റ് ഫീലിംഗ് വന്നിട്ട് വീണ്ടും അതിൽ നിന്ന് സ്ട്രെസ് ഉണ്ടായി, അപ്പോൾ അതൊരു വിഷ്യസ് സൈക്കിളായിട്ട് മാറും. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ആഹാരങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ കഴിക്കുന്ന ഒരു ആഹാരങ്ങൾ, അല്ലെങ്കിൽ ചായ, സ്നാക്സ്, അതിലൊക്കെ നോക്കിയിട്ട് അതിലൊക്കെ എത്രത്തോളം ഷുഗർ ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ഈ ഷുഗർ എല്ലാം നിർത്തിക്കളയാം എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ അങ്ങ് ഒരു ദിവസം നിർത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോഡി ഇതിനു വേണ്ടി കൂടുതലായിട്ട് ക്രേവ് ചെയ്യും. അപ്പം നമുക്കത് പെട്ടെന്ന് നിർത്തുന്നതുകൊണ്ടാണ് ഒരു വിഡ്രോവൽ ഇഫക്റ്റ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകും. അപ്പോൾ അത് ടെമ്പററി ആയിട്ട് നമുക്കത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിലും അത് ലോങ് ടൈമിലേക്ക് പറ്റത്തില്ല. അപ്പോൾ അത് ഗ്രാജുവലി റിഡ്യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ ബ്രെയിനിന് അത് അഡാപ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടും. അതുകൊണ്ട് അത് ലോങ് ടൈമിലേക്ക് നിർത്താനും സാധിക്കും. അപ്പോൾ ഈ പഞ്ചസാര നമ്മൾ അധികമായിട്ട് ആഡ് ചെയ്യുന്ന പഞ്ചസാര, ഇപ്പോൾ ചായക്കകത്ത് നമ്മൾ പഞ്ചസാര ഇടുന്നില്ലേ, അത് ഒഴിവാക്കുക. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ ആൾക്കാർക്ക് ജ്യൂസിനെ പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫ്രൂട്ട്സിൽ നിന്ന് ലഭിക്കുന്ന അല്ലെ ആരോഗ്യപ്രദമല്ലേ എന്ന് കരുതി ആൾക്കാർ ഫ്രൂട്ടിന് പകരം ജ്യൂസ് കഴിക്കാറുണ്ട്. പക്ഷേ ആ ജ്യൂസിനകത്ത് എത്രത്തോളം ഷുഗർ ഉണ്ടെന്ന് നമ്മൾ അതിൻ്റെ ഒരു ലേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും ഞെട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത്രയധികം ഷുഗറാണ് ഈ ഫ്രൂട്ട് ജ്യൂസസിനകത്തുള്ളത്. അതേപോലെ തന്നെയാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഇപ്പം പലതരത്തിലുള്ള കോളകളുണ്ട്, അതിനകത്ത് എല്ലാം തന്നെ ഭയങ്കരമായിട്ട് എക്സസീവായിട്ട് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാകും, ഇങ്ങനെയുള്ള ആഹാരങ്ങളിലെല്ലാം തന്നെ എക്സസ് ഷുഗർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളൊരു ഹെവി ആയിട്ടൊരു കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ കേരളത്തിലെ ഭക്ഷണ രീതിയിൽ നമ്മൾ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയ ആഹാരമാണ് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അപ്പം അല്ലെങ്കിൽ ദോശ, പുട്ട്, ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങളിൽ ധാരാളമായിട്ട് ഷുഗർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊന്ന് മാറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടെ പ്രോട്ടീൻ അടങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലാക്കി കഴിയും. അപ്പോൾ അല്ലെങ്കിൽ മുട്ട കൊണ്ടുള്ളത്, അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ, കുറച്ച് പച്ചക്കറികൾ, അങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ
രാവിലെ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു ഷുഗർ സർജ് കുറയ്ക്കാൻ സാധിക്കും. ചില ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മൾ കൂടുതൽ ഷുഗർ അല്ലേ എന്ന് ചോദിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ല എന്നുള്ളതാണ് ഉത്തരം. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ക്രേവിങ്സും കൂടിയിട്ട് നമ്മൾ കൂടുതൽ ആഹാരം ബാക്കിയുള്ള സമയത്ത് ആ ഒരു ദിനത്തിൻ്റെ മറ്റുള്ള സമയങ്ങളിൽ കൂടുതൽ ആഹാരം കഴിച്ചിട്ട് വണ്ണം കൂടാനും ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് പ്രോട്ടീൻ അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞിട്ടുള്ള ആഹാരം ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ദിവസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗറിൻ്റെ അളവ് ഗ്രാജ്വലി കുറച്ച് നമ്മുടെ ബോഡിയെ നമ്മുടെ ബ്രെയിനെ ഈ ലോ ഷുഗറുമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഷുഗർ ടോട്ടലി നമുക്ക് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കൊരു പരിധി വരെ അത് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഏതൊരു അഡിക്ഷനെയും പോലെ തന്നെ ഇതും ഒരു അഡിക്ഷനായിട്ട് കണക്കാക്കി ഇതിനെ നമ്മൾ ഗ്രാജ്വലി നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ബാക്കി കാര്യങ്ങളുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉപയോഗിക്കുന്നത് നല്ലതാണോ, ഏതൊക്കെയാണ് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ആഹാരം, ഇതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് എന്താണ്, ഇതിനെപ്പറ്റിയെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.